കൊടുത്ത എല്ലാ ഉപദേശക സമിതി അംഗങ്ങളെയും ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് നിലയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നിർമ്മാണ കമ്മിറ്റി ലിസ്റ്റുകളുടെ നിർമ്മാണ പറയാതെ ഈ മഹാവേശകരവും സന്തോഷകരവുമായ വിഷയങ്ങളോടുള്ള നന്ദിയിരിക്കുന്നു. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. അതുപോലെ അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ 2025 ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം വളരെ ഭംഗിയായി ക്ഷേത്ര പൂജകളോടെയും അതുപോലെ തന്നെ ഉത്സവ ആഘോഷങ്ങളിലൂടെയും നടത്തി തീർക്കുവാൻ ക്ഷേത്ര ഉപദേശക സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഈ സമാപന ദിവസം നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെബ്രുവരി 11 തുടങ്ങി ഫെബ്രുവരി 28 സമാപിക്കുന്ന ധ്വജപ്രതിഷ്ഠാ സമർപ്പണത്തോടു കൂടിയുള്ള മഹോത്സവമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നത്. അത് ഈ ശിവരാത്രി മഹോത്സവത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി ഒരേ സമയം ഇരു ദേവന്മാർക്കും ധ്വജപ്രതിഷ്ഠാ സമർപ്പണം നടത്തുകയും കൊടിയേറ്റ് നടത്തി ഉത്സവം നടത്തുകയും ചെയ്യുന്ന ക്ഷേത്രമായി അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രം മാറി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൂടാതെ തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചുള്ള അന്നദാനവും ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിട്ടുള്ള അന്നദാനവും വളരെ ഭംഗിയായി 7 ദിവസം ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവത് പ്രസാദം എന്ന നിലയിൽ തന്നെ അന്നദാനവും നൽകാൻ ഈ ഇവിടുത്തെ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അഞ്ചൽ നാട് കാത്തിരുന്ന ഒന്നാണ് ശിവരാത്രി ഘോഷയാത്ര എന്ന് പറയുന്നത്. അഗസ്ത്യക്കോട് മഹാദേവർ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിൻ്റെ അന്ന് വൈകിട്ട് നടക്കുന്ന ഉത്സവ ഘോഷയാത്ര ഇതുവരെ അഞ്ചൽ ദേശം കാണാത്ത രീതിയിലുള്ള ഏറ്റവും ഭംഗിയായ രീതിയിലുള്ള വിപുലമായ ഒരുക്കങ്ങളോടെ വിവിധ കലാപരിപാടികളോടെയൊക്കെ തന്നെ സംഘടിപ്പിച്ച ഘോഷയാത്രയായിരുന്നു ഈ കഴിഞ്ഞ 26-ാം തീയതി ശിവരാത്രി ദിവസം അഞ്ചലിലൂടെ കടന്നുപോയി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള ഫ്ലോട്ടുകൾ, മുത്തുക്കുട, താലപ്പൊലി എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളും കലാരൂപങ്ങളും ഒക്കെ തന്നെ ആ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി വിവിധ കരക്കമ്മിറ്റികൾ അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹകരണം വിവിധ കരക്കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് സ്റ്റേജ് പരിപാടികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടായാൽ പോലും അതുപോലെ തന്നെ ഉത്സവ ഘോഷയാത്ര ഭംഗിയാക്കുന്നതിനായാലും വിവിധ കരക്കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് അഗസ്ത്യക്കോട് മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് സഹായമുണ്ടായിട്ടുണ്ട്. ആ കരക്കമ്മിറ്റികളോടുള്ള എല്ലാ നന്ദിയും ഈ അവസരത്തിൽ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഉപദേശ സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിപുലമായ പൂജകൾ, വിശേഷാൽ പൂജകളെല്ലാം തന്നെ ഉത്സവബലി ഉൾപ്പെടെ ശ്രീഭൂതബലി ഉൾപ്പെടെ ആദ്യമായി ക്ഷേത്രത്തിൽ നടക്കുന്ന നവകം ഇതെല്ലാം തന്നെ ഇത്തരം പൂജകളെല്ലാം തന്നെ ഈ നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നടന്നതാണ്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പ്രത്യേകതയായിട്ടുള്ളത് ശിവരാത്രി ദിവസം കൊണ്ട് തന്നെ ഉത്സവം സമാപിക്കുകയായിരുന്നില്ല. ശിവരാത്രിക്ക് തൊട്ട് പിറ്റേ ദിവസം പള്ളിവേട്ട എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നു. അത് ഉത്സവ ഘോഷയാത്രയോടുകൂടി തന്നെ പള്ളിവേട്ട നടന്നു വരികയായിരുന്നു. അതിനുശേഷം ഇന്ന് കൊടിയിറക്ക് നടത്തി അതിനുശേഷം ആറാട്ട് ഇരു ദേവന്മാരെ ഒരേ സമയം ആറാട്ട് നടത്തി ആറാട്ട് ഘോഷയാത്രയായി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് മഹാദീപാരാധനയോടുകൂടി തന്നെ ഉത്സവം സമാപിക്കുന്നു. ആ സമാപന ദിവസവും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടിയിറക്ക് സദ്യ എന്ന നിലയിൽ അന്നദാനം ഭഗവത് പ്രസാദം ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശിവരാത്രി മഹോത്സവവും ധ്വജപ്രതിഷ്ഠാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് 18 ദിവസവും ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കൊപ്പം നിന്ന് സഹകരിച്ച ഈ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാവിധ സഹായ സഹകരണവും നൽകിയ എല്ലാ ഭക്തജനങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ഈ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഉപദേവതകളുടെ എല്ലാം തന്നെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ ധ്വജപ്രതിഷ്ഠാ സമർപ്പണം ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ ിലുള്ള
അഗസ്ത്യകോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റാണ് ഞാൻ. ഒരു വർഷ കാലയളവ് ആയി വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ ശിവരാത്രി ഉത്സവ ആലോചനാ യോഗത്തിലെടുത്ത തീരുമാനം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ 2 കൊടിമരങ്ങൾ നിർമ്മിക്കണം എന്നുള്ള ഭക്തജനങ്ങളുടെ താല്പര്യം അത് ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ അനുവാദത്തോടുകൂടി അന്ന് മുതൽ ആരംഭിച്ച അതിദീർഘമായ ഒരു പ്രവർത്തനത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണമാണ് ഈ ശിവരാത്രി ഉത്സവത്തിന് കൊടിയേറ്റോടുകൂടി സമാപിച്ചിട്ടുള്ളത്. ധ്വജപ്രതിഷ്ഠ സമർപ്പണം നടത്തുവാൻ കഴിഞ്ഞത് അത് ഇതിൻ്റെ പിന്നിൽ ഉപദേശക സമിതിയുടെയോ അല്ലെങ്കിൽ ഞങ്ങൾ 10 പേരുടെയോ മാത്രം പ്രവർത്തനത്തിൻ്റെ മികവല്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഈ ധ്വജപ്രതിഷ്ഠാ സമർപ്പണം ഈ വർഷം 18 ദിവസത്തെ ഉത്സവത്തോടു കൂടിയാണ് നടത്തിയത്. ഇത് വളരെ സമാധാനപരമായി നടത്തി അത് അവസാനിപ്പിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തകരുടെ മികവ് ഒന്നുകൊണ്ട് മാത്രമല്ല, നമ്മൾ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികളുടെ സഹായവും അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് എന്നുകൂടി ഞാൻ ഈ അവസരം ഓർമ്മിക്കുന്നു. അതുപോലെ ഈ ഫെബ്രുവരി 11 ആരംഭിച്ച ശിവരാത്രി ഉത്സവം ധ്വജപ്രതിഷ്ഠാ സമർപ്പണം ഫെബ്രുവരി 28 ഇന്ന് ആറാട്ടോടുകൂടി ആറാട്ട് സദ്യയോടുകൂടി ആണ് അവസാനിച്ചിട്ടുള്ളത്. ആറാട്ട് സദ്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര ആചാരപരമായ പൂജാവിധികളോട് കൂടിയ സംവിധാനങ്ങൾ ക്ഷേത്രത്തിനകത്ത് നടക്കവേ ക്ഷേത്ര ദൃശ്യവേദിയിൽ കലാസ്വാദകരായ ഭക്തജനങ്ങൾക്ക് കലാവിരുന്നും ഇതുകൂട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ അഹോരാത്രം നല്ല രീതിയിൽ കയ്യും മെയ്യും മറന്ന് ഇതിൻ്റെ പിന്നിൽ ഈ 18 ദിവസം പ്രവർത്തിച്ച ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്ത് സഹകരിച്ച ഉപദേശക സമിതി അംഗങ്ങൾ, ഇവരെല്ലാവരും ഇതിന് ഒന്നായി ഒരു മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിച്ചപ്പോൾ അതിനോടൊപ്പം നിന്ന ഭക്തജനങ്ങളും കൂടി ചേർന്നപ്പോഴാണ് നമുക്കിത് വിജയിക്കാൻ കഴിഞ്ഞത്. 2024 സപ്താഹ പന്തലിലാണ് നമ്മൾ തീരുമാനമെടുത്തത്. അതുപോലെ 2025 സപ്താഹ പന്തലിൽ വെച്ച് നമ്മൾ ഭക്തജനങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നമ്മളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അടുത്ത ശിവരാത്രി ഉത്സവത്തിന് മുമ്പായി ദേവിക്ക് സമ്മാനമായി, ശിവരാത്രി സമ്മാനമായി പുതിയ ദേവീക്ഷേത്രം നിർമ്മിച്ച് നൽകും എന്നുള്ളത്. അപ്പോൾ ആ ദേവീക്ഷേത്ര നിർമ്മാണത്തിന് ഒട്ടനവധി ഭക്തജനങ്ങൾ സഹകരണങ്ങളുമായി മുമ്പോട്ട് വന്നിട്ടുണ്ട്. ആ സഹകരണങ്ങൾ മാത്രം പോരാ, പക്ഷേ ബാക്കിയുള്ള ഈ ദേവീക്ഷേത്ര നിർമ്മാണത്തിന് അതിൻ്റെ നിർമ്മാണ ചെലവിനായി എല്ലാ ഭക്തജനങ്ങളും എല്ലാവിധ സഹകരണങ്ങൾ കൂടി ഒത്തൊരുമിച്ച് തന്നാൽ അടുത്ത വർഷം ഈ സമയത്ത് നടക്കുന്ന ശിവരാത്രിക്ക് മുമ്പായി ദേവീക്ഷേത്രം കൂടി നമുക്ക് പുതുക്കി പണിഞ്ഞ് ഈ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്ര പദവിയിലേക്ക് ഉയർത്താൻ സാധിക്കും. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഒട്ടനവധി ഭക്തജനങ്ങളൊക്കെ സമീപിക്കും വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടുന്ന മുറിവേൽക്കുന്ന ഏതെങ്കിലും അഭിപ്രായങ്ങളോ പ്രവർത്തനങ്ങളോ ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്നോ അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭക്തജനങ്ങൾ സദയം പൊറുക്കണം. അത് ഈ ഒരു പൊതുവായ ഉദ്ദേശ ശുദ്ധിയെ മാനിച്ച് അത് ക്ഷമിക്കുമെന്ന് കൂടി ഞാൻ ഈ അവസരം ഉപയോഗിച്ച് പറയുകയാണ്. അതുപോലെ എല്ലാ ഭക്തജനങ്ങളുടെയും ഒരിക്കൽ കൂടി ഞാൻ സഹായവും അവരുടെ സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. ദേവീക്ഷേത്രം നമുക്ക് അടുത്ത വർഷം പൂർത്തീകരിക്കണം. അതിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സഹകരണങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണമെന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ശിവരാത്രി നാൾ വരെ ശിവരാത്രി കഴിഞ്ഞ 2 ദിവസം കൂടി ഉത്സവം നടന്ന ഇന്ന് ശിവരാത്രി ഉത്സവം സമാപിച്ച ഈ വേളയിൽ ഈ ശിവരാത്രി ഉത്സവം ഒരു മാമാങ്കമായി മാറ്റുന്നതിന് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങളെയും അതോടൊപ്പം ഇതിനുവേണ്ടി സ്നേഹബുദ്ധി ഉപദേശിച്ച് അല്ലെങ്കിൽ നിരൂപണം പറഞ്ഞ അല്ലെങ്കിൽ ഉപദേശിച്ച അല്ലെങ്കിൽ വിമർശിച്ച അവർക്ക് കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എല്ലാവർക്കും നന്ദി.